നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി തിരുവനന്തപുരം സ്വദേശിനി ശ്രുതിയെ ശ്രീജിത്തും ആലപ്പുഴ വണ്ടാനം സ്വദേശിനി അൻസിലയെ കരുനാഗപ്പള്ളി സ്വദേശി അജിംഷയും താലിചാർത്തി. ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അപൂർവം മംഗല്യം 2024 വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചത്. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ ജേസീസ് പുന്നപ്രയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് ആദരവ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളികൾ ഏറെ പരിശ്രമിച്ച് നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് മുൻ MP CS സുജാത മെയ് ദിന റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടതല സർവീസിൽ നിന്നും വിരമിച്ചു. ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചന്ദ്രഹാസൻ വടതല. പക്ഷിപ്പനി സ്ഥിരീകരിച്ച് എടത്വ, തകഴി, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 5 ദ്രുതകർമ്മ സേനാംഗങ്ങളും ആലപ്പുഴയിൽ നിന്നും 13 ദ്രുതകർമ്മ സേനാംഗങ്ങളുമാണ് പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. വാർത്തകൾ വിശദമായി. നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി തിരുവനന്തപുരം സ്വദേശിനി ശ്രുതിയെ ശ്രീജിത്തും ആലപ്പുഴ വണ്ടാനം സ്വദേശിനി അൻസിലയെ കരുനാഗപ്പള്ളി സ്വദേശി അജിംഷയും താലിചാർത്തി. ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അപൂർവ മംഗല്യം 2024 സമൂഹ വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ ലജനത്ത് ഗ്രാൻഡ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി ശ്രുതിയും അൻസിലയും സുമംഗലിയായി. സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കായി നടത്തിയ സമൂഹ വിവാഹമായ അപൂർവ മംഗല്യം 2024 ചടങ്ങിലാണ് ആലപ്പുഴ പുന്നപ്ര വണ്ടാനം സ്വദേശിനി അൻസിലയും തിരുവനന്തപുരം കായ്ക്കര സ്വദേശിനി ശ്രുതിയും സുമംഗലിയായത്. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി ശ്രീജിത്ത് ശ്രുതിയെ താലിചാർത്തിയപ്പോൾ കരുനാഗപ്പള്ളി സ്വദേശി അജിംഷ അൻസിലയ്ക്ക് മഹർ കൈമാറി. ആലപ്പുഴ ലജനത്ത് ഗ്രാൻഡ് ഹാളിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹ ചടങ്ങിൽ H. സലാം MLA, അഡ്വക്കേറ്റ് AM ആരിഫ്, നഗരസഭാധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ ഡോക്ടർ മറിയ ഉമ്മൻ, കമാലം മക്കീൽ, പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം, സെക്രട്ടറി ഹസീന നൌഷാദ്, കോർഡിനേറ്റർമാരായ A. ഷാനവാസ്, AM ഷിറാസ്, കൗൺസിലർമാർ, സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വധൂവരന്മാരുടെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശബരിമല മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ പാണാവള്ളി ക്ഷേത്ര തന്ത്രി ജയൻ പാണാവള്ളിയും ആലപ്പുഴ കിഴക്കേ ജമാഅത്ത് മസ്താൻ പള്ളി ചീഫ് ഇമാം സയ്യിദ് അഹമ്മദുൽ അമീൻ ബാഫക്കി അൽ അസ്ഹരി എന്നിവർ വിവാഹ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ചാർ ന്യൂസ്, ആലപ്പുഴ. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ ജേസീസ് പുന്നപ്രയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് ആദരവ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ ജേസീസ് പുന്നപ്രയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് ആദരവ് നൽകി. പുന്നപ്രയിലെ തൊഴിലുറപ്പ് സ്ത്രീ തൊഴിലാളികളെയാണ് പൂക്കളും ഷാളും നൽകി ആദരിച്ചത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ജേസീസ് സോൺ പ്രസിഡന്റ് റിസാൻ A. നസീർ സ്ത്രീ തൊഴിലാളികളെ ആദരിച്ചു. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളിയുടെ പ്രസക്തിയും പുതുതലമുറയ്ക്ക് പാഠമാകണമെന്ന് റിസാൻ അഭിപ്രായപ്പെട്ടു. JCI പുന്നപ്ര ലോങ് പ്രസിഡന്റ് മാത്യു തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. JCI ഭാരവാഹികളായ കേണൽ C. വിജയകുമാർ, P. അശോകൻ, നസീർ സലാം, അങ്കിത് അവിട്ടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തൊഴിലാളികൾ ഏറെ പരിശ്രമിച്ച് നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് മുൻ MPയും CITU സംസ്ഥാന ഉപാധ്യക്ഷയുമായ CS സുജാത അഭിപ്രായപ്പെട്ടു. മെയ് ദിന റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഉള്ളതെന്ന് മുൻ എംപിയും CITU സംസ്ഥാന ഉപാധ്യക്ഷയുമായ CS സുജാത അഭിപ്രായപ്പെട്ടു. CITU, AITUC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയെ തുടർന്നുള്ള സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലാളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും വിവേചനങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായി, കാരണം ഈ 8 മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളി അവന്റെ ദീർഘകാലമായുള്ള പരിശ്രമത്തിന്റെ ഫലമായി കിട്ടിയ ആനുകൂല്യം പോലും ലോകത്തിന് പല രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം തൊഴില്, കരാർ, കാഷ്വൽ, കോൺട്രാക്ട് അല്ലെങ്കിൽ അപ്രന്റീസ് ആ രൂപത്തിൽ മാറുന്നു. സംഘടിക്കാൻ കഴിയില്ല, സംഘടിച്ചാൽ പണി പോകും. പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും വലിയ കുറവാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം തൊഴിൽ എന്നത് കരാർ ജോലി, അപ്രന്റീസ് ജോലി എന്നിങ്ങനെ മാറുന്നു. ഇതിനെതിരെ സംഘടിച്ചാൽ ഉള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും CS സുജാത കൂട്ടിച്ചേർത്തു. AITUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മോഹൻദാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ, AITUC ജില്ലാ സെക്രട്ടറി DP മധു, മറ്റ് നേതാക്കളായ VS മണി, AM ഷിറാസ്, KR ഭഗീരഥൻ, C ഷാംജി, KJ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ PP പവനൻ സ്വാഗതവും ചെയർമാൻ R അനിൽകുമാർ നന്ദിയും പറഞ്ഞു. നേരത്തെ ആലപ്പുഴ നഗരചത്വരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലി ജില്ലാ കോടതി പാലം, AVJ ജംഗ്ഷൻ, സീറോ ജംഗ്ഷൻ, ഇരുമ്പ് പാലം വഴി ടൗൺ ഹാളിന് സമീപം സമാപിച്ചു. ഇരു യൂണിയനുകളിൽ നിന്നുമായി നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിലും തുടർന്ന് നടത്തിയ സമ്മേളനത്തിലും സംബന്ധിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല സർവീസിൽ നിന്നും വിരമിച്ചു. ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല സർവീസിൽ നിന്നും വിരമിച്ചു. എറണാകുളം വടുതല സ്വദേശിയായ അദ്ദേഹം എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും കാക്കനാട് മീഡിയ അക്കാദമി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. പത്രപ്രവർത്തന രംഗത്ത് നിന്നാണ് അദ്ദേഹം പബ്ലിക് റിലേഷൻസ് വകുപ്പിലെത്തുന്നത്. മുൻ രാജ്യസഭാ MP-യും എഴുത്തുകാരനും പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായിരുന്ന TKC വടുതലയുടെ മകനാണ് അദ്ദേഹം. ഭാര്യ ശ്രീകല, മക്കൾ ശ്രീ ചന്ദന, ശ്രീ നന്ദന. പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ, തകഴി, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 5 ദ്രുതകർമ്മ സേനാംഗങ്ങളും ആലപ്പുഴയിൽ നിന്നും 13 ദ്രുതകർമ്മ സേനാംഗങ്ങളുമാണ് കള്ളിംഗ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ, തകഴി, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 5 ദ്രുതകർമ്മ സേനാ അംഗങ്ങളും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 13 ദ്രുതകർമ്മ സേനാ അംഗങ്ങളും കള്ളിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ദ്രുതകർമ്മ സേനാ അംഗങ്ങൾക്ക് എടത്വ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പ് അധികൃതരും പരിശീലനം നൽകുകയും ചെയ്തു. എടത്വ പഞ്ചായത്തിൽ 9 ദ്രുതകർമ്മ സേനയും തകഴി പഞ്ചായത്തിൽ 6 ദ്രുതകർമ്മ സേനയും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ 3 ദ്രുതകർമ്മ സേനയും ഉൾപ്പെടെ 18 ടീമായിരുന്നു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പക്ഷികളെ കൊന്നൊടുക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി തിരുവനന്തപുരം സ്വദേശിനി ശ്രുതിയെ ശ്രീജിത്തും ആലപ്പുഴ വണ്ടാനം സ്വദേശിനി അൻസിലയെ കരുനാഗപ്പള്ളി സ്വദേശി അജിംഷയും താലിചാർത്തി. ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അപൂർവം മംഗല്യം 2024 വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചത്. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ ജേസിസ് പുന്നപ്രയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് ആദരവ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളികൾ ഏറെ പരിശ്രമിച്ച് നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് മുൻ MP CS സുജാത മെയ് ദിന റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല
സർവീസിൽ നിന്നും വിരമിച്ചു. ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചന്ദ്രഹാസൻ വടുതല. പക്ഷിപ്പനി സ്ഥിരീകരിച്ച് എടത്വ, തകഴി, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 5 ദ്രുതകർമ്മ സേനാംഗങ്ങളും ആലപ്പുഴയിൽ നിന്നും 13 ദ്രുതകർമ്മ സേനാംഗങ്ങളുമാണ് പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.